സംഭവം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇത്ര ടേസ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറങ്ങിക്കിടക്കുന്ന എന്നതാ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഈ സംഭവം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ എന്താ കൊറിയൻ ഡ്രാമയും കൊറിയൻ സീരീസ് ഒക്കെ ഡെയിലി കണ്ടിപ്പിച്ച് എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ കൊറിയൻ റെസിപ്പീസ് ട്രൈ ചെയ്യലാണ്. അങ്ങനെ ഇന്ന് എൻ്റെ അടുത്തേക്ക് വന്നത് തൊബോക്കി ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. കൊച്ചുചാങ് എന്ന് പറഞ്ഞൊരു സ്വീറ്റ് സ്പൈസി സോസ് ഇവർ ആഡ് ചെയ്യലുണ്ട്. പക്ഷെ നമുക്കതില്ല, അതുകൊണ്ട് നമ്മളത് വീട്ടിലാക്കി എടുക്കാണ്. പിന്നെ ഇഷലിനായിരുന്നു ആവശ്യം കൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നല്ല അനുസരണയോടുകൂടി കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് ഒരു റൈസ് കേക്ക് ആണ്, കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി റൈസ് കേക്ക് എന്ന് നമുക്ക് പറയാം. പിന്നെ ആവശ്യം ഇവളുടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നല്ല അനുസരണയോടുകൂടി കേൾക്കുന്നുണ്ടായിട്ടോ. പാത്രത്തിൽ വരുമ്പോൾ നേരെ പോയി പാത്രമെല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തു വരുന്നതാണ് ഈ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കൊച്ചുചാങ് സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി പിന്നെ ഉമ്മി വരുന്നതിന് മുന്നേ കിച്ചൺ ക്ലീൻ ആക്കി ഇടണം. അത് മാത്രമേ ഇതെൻ്റെ ലക്ഷ്യം കേട്ടോ. പിന്നെ വേഗം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ് ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ബോൾസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. യൂഷ്വലി കൊറിയക്കാർ ഇതൊരു സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ റൈസ് കേക്ക് കുക്കായി കഴിയുമ്പോൾ ഈ സോസിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ എൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു, ഒരു സ്ലൈസ് ചീസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി. സംഭവം ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സോസ് എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഇതിന്റെ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു കൊറിയൻ ഡിഷ് തന്നെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി അധികം വൈകാതെ ഞാൻ ഒത്തിരി കൊറിയൻ ഡിഷ് പഠിക്കും. വിത്തിൻ മിനിറ്റ്സ് ഇഷില പ്ലേറ്റ് കാലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.